ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കുറേ പെൺകുട്ടികളൊക്കെ ചോദിക്കുന്ന കാര്യമുണ്ട്. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, അയാൾ എനിക്ക് മാരേജ് ചെയ്യാനായിട്ട് പറ്റുമോ, അത്രയും ക്വാളിറ്റി ഉള്ള ഒരാളാണോ അവരെന്നുള്ളത് മനസ്സിലാക്കാൻ എങ്ങനെ കഴിയാം, അല്ലെങ്കിൽ ഒരു മാരേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അപ്പോൾ ഇത് അവർക്ക് ഉണ്ടോയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംശയവും പേടിയും ഒക്കെ മനസ്സിലുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്ക് ഞാൻ ഈ പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു മടിയില്ലാതെ അല്ലെങ്കിൽ പേടിയും ഇല്ലാതെ തന്നെ അവരെ കല്യാണം കഴിക്കാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മാരേജ് ചെയ്യാൻ പോകുന്ന ഒരു പേഴ്സണ് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റീസ് എന്നുള്ളത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഫീൽ സേഫ് ആണ്. അതായത് നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളെ ഒരു രീതിയിലും അവർ വിഷമിപ്പിക്കാനായിട്ട് നോക്കില്ല, വേദനിപ്പിക്കരുത് എന്നാവും അവരെപ്പോഴും വിചാരിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകും, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളത് ഫീൽ ചെയ്യുന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുള്ളതാണ്. അതായത് സേഫ് ആയിരിക്കും എന്നുള്ളത്, അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പം നമ്മളുടെ അച്ഛൻ്റെ കൂടെയോ ഏട്ടൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സേഫ് ആയിരിക്കില്ലേ, അതേപോലെ തന്നെ ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു പേടിയും ഉണ്ടായിരിക്കില്ല. മറ്റുള്ള എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമോ എന്തെങ്കിലും പറയുമോ ഇങ്ങനെയുള്ള പേടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഫുൾ സേഫ് ആണ്, ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ അത്രയും സേഫ് ആണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങളെ എല്ലാ രീതിയിലും അവർ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതൊരു നല്ല ക്വാളിറ്റിയാണ്. മാത്രമല്ല അങ്ങനെ ഒരാളുമായിട്ട് വിവാഹം ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫിനാൻഷ്യലി ആണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇവരുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഫിനാൻഷ്യലി ക്രൈസിസ് ഒന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അപ്പോൾ അവരുടെ കൂടെ കല്യാണം കഴിച്ച് പോവുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റും, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകും എന്ന് നിങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് പറയാൻ പറ്റുക. അതായത് അതൊരു നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ചില ആളുകളെ അങ്ങനെ ഫീൽ ചെയ്യില്ല, നമുക്ക് സ്നേഹമാണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ സേഫ് ആവില്ല അല്ലെങ്കിൽ എൻ്റെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല എന്ന് നമുക്ക് തോന്നും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ആവില്ല. ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഇതിനേക്കാൾ കൂടുതൽ ഹാപ്പി ആയിരിക്കും, അതേപോലെ എല്ലാ രീതിയിലും ഇവരെന്നെ പ്രൊട്ടക്ട് ചെയ്യും, എനിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും അവിടെ നേരിടേണ്ടി വരില്ല എന്ന് നിങ്ങൾ കുറച്ച് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവിനെ കുറിച്ച് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവർ പറയുന്നുണ്ടാവും. ഇപ്പം നിങ്ങളുടെ ഭംഗിയെക്കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവും. അതായത് നിങ്ങളെ കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയൊക്കെ ഉണ്ട്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ഒരുങ്ങി വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പറയണ്ടാവും, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതായത് ഈ ഒരു ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്നുണ്ട്, ഈ രീതിയിലൊക്കെ അവർ സംസാരിക്കും എന്നുള്ളതാണ്. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ നല്ല സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് അവരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർ നല്ലൊരു പേഴ്സൺ ആണെന്നുള്ളത്. കാരണം അവർ നിങ്ങളുടെ സന്തോഷത്തെ ആഗ്രഹിക്കുന്നുണ്ട്, അതേപോലെ നിങ്ങളിൽ അത്രയും നല്ല ക്വാളിറ്റീസ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങളൊരു നല്ലൊരാളായിരിക്കണം, നല്ലൊരു പേഴ്സൺ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിലുള്ള നല്ല കഴിവിനെ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ടാവുക. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവരങ്ങനെ പറയുന്നുണ്ടാവുക. അപ്പോൾ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ലത് എന്നുള്ളത് മാത്രമായിരിക്കും. അപ്പം നമുക്ക് അവിടെ ഉറപ്പിക്കാമല്ലോ അവർക്ക് നമ്മളോട് ശരിക്കും സ്നേഹമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി അവരിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കഴിയുമ്പോഴും എനിക്ക് പറയാനുള്ളത്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളെ അവർ പൂർണ്ണമായിട്ടും അംഗീകരിക്കും എന്നുള്ളതാണ്. നിങ്ങളിലുള്ള എല്ലാ ക്വാളിറ്റീസും, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, മിസ്റ്റേക്സ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം അംഗീകരിക്കാൻ അവർ തയ്യാറാവും. ഇപ്പൊ നിങ്ങൾ പ്രണയിക്കുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ നിങ്ങളിലുള്ള എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇടയ്ക്കിടയ്ക്ക് കുത്തി പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരുമായിട്ട് ഒരിക്കലും നിങ്ങൾ മാരേജ് ആയിട്ട് മുന്നോട്ട് പോകരുത്. അതായത് ആ ഒരു ലൈഫുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത്. കാരണം ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മളെ ഒരു കുഞ്ഞൊരു മിസ്റ്റേക്ക് പറ്റുമ്പോഴത്തേക്കും ആ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ തളർത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. എപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, മിസ്റ്റേക്കുകളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നതാണ്. അപ്പോൾ അതിനെ എടുത്ത് പറയുന്ന ആളുകളുടെ കൂടെ ലൈഫ് മുന്നോട്ട് പോവില്ല. പക്ഷേ ഇവരങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവില്ലായ്മയോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം മറന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതൊരു യഥാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല, ഈ ഒരു കാര്യത്തിൽ വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പിൽ അവർ വളരെയധികം സീരിയസ് ആയിരിക്കും എന്നുള്ളതാണ്. സീരിയസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ
റിലേഷൻഷിപ്പിനെ കുറിച്ച് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാലൊന്നും ഇവർക്ക് യാതൊരു പേടി ഉണ്ടായിരിക്കില്ല. ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണെങ്കിലും ഒരുപാട് റെസ്പെക്റ്റോട് കൂടിയിട്ട് അതുപോലെ ഒരുപാട് അഭിമാനത്തോട് കൂടിയിട്ടായിരിക്കും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മളോട് പ്രത്യേകിച്ച് ഇഷ്ടമല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോലും ഒരു തയ്യാറാവുണ്ടാവില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവർ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളെ പരിചയപ്പെടുത്താൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുമായിട്ട് തന്നെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നാണ്. മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് എന്നുള്ളത് അവരുടെ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കും അവർ ഇത്തരത്തിൽ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതും. അതേപോലെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതി നിങ്ങളൊന്ന് നോക്കുക. ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടിയാണെന്നായിരിക്കും പറയുണ്ടാവുക. അതേപോലെ നിങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് വല്ലാത്തൊരു അഭിമാനമോ സന്തോഷമോ ഒക്കെ അവരുടെ മുഖത്തുണ്ടായിരിക്കും, അവരുടെ ആ ഒരു സംസാരത്തിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഇഷ്ടവും പിന്നെ നിങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റും ഒക്കെ അവരിൽ കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി ആറാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അവരെപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു റെസ്പെക്ട്, അതുപോലെ തന്നെ നമുക്കുള്ളൊരു സ്പേസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമുക്ക് റിലേഷൻഷിപ്പിലായാലും എവിടെയായാലും വേണ്ടൊരു സംഭവമാണ്. അപ്പോൾ ഇത് റിലേഷൻഷിപ്പിൽ നിർബന്ധമായിട്ട് നമുക്ക് കിട്ടിയിരിക്കണം. അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ അവർ നമ്മളെ വേണ്ട എന്ന് വെക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും നിങ്ങളുടെ നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസിനെയും നിങ്ങളെയും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അതും ഒരു നല്ല ക്വാളിറ്റിയാണ്. അങ്ങനെയുള്ള ഒരാളെ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. പൊതുവെ എല്ലാവരോടും എങ്ങനെയാണ്, നിങ്ങളോട് എങ്ങനെയാണ് നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടാണോ എപ്പോഴും സംസാരിക്കാറുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുക. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ലൈഫിൽ മുന്നേറണം, പല കാര്യങ്ങളും നേടാനുണ്ട്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ നിങ്ങൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് പറയാം, അവർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രം എന്ന് ഞാൻ പറയുന്നില്ല, മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ട്, അതിൻ്റെ കൂടെ ഇതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ ലഭിക്കാൻ, അതേപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർ മുന്നേറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ മുന്നേറ്റത്തിൽ നിങ്ങളും ഉണ്ടായിരിക്കും. അവർക്കുള്ള ഓരോ ഉയർച്ചയിലും അവർ നിങ്ങളെ കൂടെ കൂട്ടും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവില്ലേ. ഇപ്പൊ ക്യാഷിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യലി ഒന്നും വലിയ രീതിയിലുള്ള പ്രശ്നം നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് ഉള്ള ഒരാളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെയും അവരുടെ കൂടെ കൂട്ടാനായിട്ട് അവരെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. സോ ഈ ഒരു സ്വഭാവം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാനായിട്ട് കഴിയും. അതിന് പറ്റിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അവരെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 7 പോയിന്റ്സ് എന്നതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ വിട്ടുപോയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബാക്കിയെല്ലാം ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് കൂടുതൽ പോയിന്റ്സും വരുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം, ധൈര്യമായിട്ട് ആ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ, മാരേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ വേറെ പ്രത്യേകിച്ച് പേടിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പ്രയോജനം വന്നിട്ടുണ്ടായിരിക്കും എന്നുകൂടി വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.